നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു. നാളെ 2026 ജൂലൈ മാസം 13-ാം തീയതി, അതായത് 1201 മിഥുന മാസം 29-ാം തീയതി തിങ്കളാഴ്ചയാണ്, സോമവാരമാണ്. തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:13 അസ്തമയം വൈകിട്ട് 6:47 നാളത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര ഒരു ശുഭനക്ഷത്രമല്ല. വിദ്യാരംഭത്തിന് ഏറ്റവും നാം ആശ്രയിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര ശിവൻ്റെ നക്ഷത്രമാകുന്നു. അതിനാൽ വിദ്യപ്രധാനം ദക്ഷിണാമൂർത്തി രൂപത്തിലുള്ള ശിവക്ഷേത്രത്തിലൊക്കെ വിദ്യാസമ്പാദനം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ദക്ഷിണാമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾ അവിടെ ഇരുന്ന് ജപിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ചൈതന്യം ലഭിക്കും. ഞാൻ സിംഗപ്പൂരിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സിംഗപ്പൂർ സ്രാങ്കൂൺ റോഡിലുള്ള ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തിയാണ്. അവിടെ ഇരുന്ന് ജപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ അനുഭൂതി വളരെയധികം നമുക്ക് അനുഭവ വേദ്യമാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദക്ഷിണാമൂർത്തി സ്വരൂപ സ്വാമിയായ ആ സാക്ഷാൽ പരമശിവൻ്റെ ആ ഒരു ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ചിന്മുദ്രയിലുള്ള ആ ദൃഷ്ടി, അദ്ദേഹത്തിൻ്റെ ആ ശിവൻ്റെ ആ സ്ഥിതി കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം, ആത്മവിശ്വാസം, വിദ്യാദാനത്തിൽ നമുക്ക് അനുഭവപ്പെടും. വിദ്യ പഠിക്കാനുള്ള വിഷയത്തിൽ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ വിദ്യാമൂർത്തികളുടെ അടുത്തിരുന്ന് ജപിക്കുമ്പോൾ, ഭജിക്കുമ്പോൾ നമുക്ക് വളരെയധികം ആവേശം പഠന വിഷയത്തിലേക്ക് നമുക്ക് വരും. ആ ഓറ, ആ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഓറ, അല്ലെങ്കിൽ ഇപ്രകാരം സരസ്വതി വിദ്യ നമുക്ക് തരുന്ന ദേവതകളിൽ സരസ്വതിയും ദക്ഷിണാമൂർത്തി സ്വാമിയാണ് വളരെ മുന്നിലുള്ളത്. സുബ്രഹ്മണ്യ സ്വാമി അവിടെ ഇരുന്ന് ഭജിക്കുമ്പോൾ പലപ്പോഴും അപ്രാപ്യമായ വളരെ കഠിനമുള്ള വിഷയങ്ങളൊക്കെ, അത്യന്തം ഗഹനമായ വിഷയങ്ങളൊക്കെ നമുക്ക് പഠിച്ച് അത് സുഗ്രാഹ്യമാക്കാൻ വളരെയധികം കഴിവ് ഈ ദേവതകൾ തരുന്നതാണ്. അതാണ് അതിൻ്റെ സാരം, അതിൻ്റെ തത്വം അതാണ്. ഞങ്ങൾ ജ്യോതിഷികൾ പോലും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് പ്രശ്നമാർഗ ആചാര്യൻ ഉപദേശിച്ചു തന്നിട്ടുള്ളത്. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടെ സ്ഫാടികെ മണ്ഡപേ എന്ന് തുടങ്ങുന്ന ആ വലിയ വൃത്തത്തിലുള്ള ശ്ലോകമുണ്ട്. ഒരു വലിയ ആവേശമാണ് അത് ജ്യോതിഷികൾ കവിടി വയ്ക്കുമ്പോൾ. ഏതായാലും നാളത്തെ ദിനം തിരുവാതിരയാണ്, വിദ്യയ്ക്ക് നല്ലതാണ്. പക്ഷേ നാളത്തെ തിഥിയും കർത്തവാവിന് തലേന്നാളുള്ള ചതുർദശി തിഥിയാണ്, 14-ാമത്തെ തിഥിയാണ്. വളരെ ദുർബലമാണ് തിരുവാതിര നക്ഷത്രം, ചതുർദശി തിഥി. നാളെ കാലത്ത് വിഷ്ടികരണവുമുണ്ട്. ഒരു കാര്യവും വിഷ്ടികാലത്ത് ചെയ്താൽ തുമ്പാകില്ല. പച്ച മലയാളത്തിൽ ലക്ഷ്യത്തിലെത്തി. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം അധികച്ചതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നാശത്തെ ഉളവാക്കുന്നു. അതിനാൽ തിഥി വളരെ ദുർബലമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കറുത്ത വാവായി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ പിതൃക്കളുടെ ബലിതർപ്പണങ്ങൾ ചെയ്യേണ്ടുന്ന, അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രാദ്ധങ്ങൾ, ബലികർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നത്തെ ദിനം എന്ത് ചെയ്യണം? നന്നായി അമാവാസി വ്രതമെടുക്കേണ്ട ദിനമാണ്. എന്നിട്ട് അടുത്ത ദിനം പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്താൽ വളരെ അനുകൂലമായി വരുന്നതാണ്. മിഥുനമാസത്തിലെ പിതൃതർപ്പണമാണ്. പിന്നീട് കർക്കിടകത്തിലെ കർത്തവാവിനാണ് അങ്ങേയറ്റം പ്രാധാന്യം, നിങ്ങൾക്കറിയാം. പിതൃതർപ്പണത്തിന് ഏറ്റവും അനുകൂലമായ മാസങ്ങൾ കർക്കിടക മാസത്തിലെ കർത്തവാവ്, പിന്നെ തുലാത്തിലെ കർത്താവ്, കുംഭത്തിലെ ശിവരാത്രിയോട് ചേർന്നുള്ള കറുത്ത പക്ഷവും. ഏതായാലും ഒരു മുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകുന്നില്ല. നാളെ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ നിർബന്ധമായും സർപ്പക്ഷേത്രത്തിലേക്ക് പോകണം. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ, ഇതാകുന്നു നിങ്ങളുടെ മന്ത്രം. അപ്രകാരം കേരളത്തിന് വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പക്ഷേത്രത്തിൽ എന്ത് ചെയ്യാം? രാഹുകേതു അർച്ചന ചെയ്യാം. അപ്രകാരം കേരളത്തിലുള്ളവർക്കൊക്കെ ആയില്യപൂജ, സർപ്പബലി ചെയ്ത് ഈ രാഹു സംബന്ധമായ ദുരിതങ്ങളെ അകറ്റാൻ അങ്ങേയറ്റം ഫലപ്രദമാണെന്ന് അറിയുക. ഏതായാലും ആ മന്ത്രത്തോടുകൂടി നാളത്തെ ദിനം മുഖരിതമാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും സർപ്പങ്ങൾ തീർത്തു തരട്ടെ. സർപ്പപ്രീതിർ അവശ്യമീവ കരണീയം ആരോഗ്യപുത്രാപ്തിയെ. നിങ്ങളുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് തിരുവാതിര ചോദിച്ച് അധികം നക്ഷത്രക്കാർ സർപ്പപ്രീതി ചെയ്യുന്നത് വളരെയധികം അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.